ഹായ്, ഇന്ന് ഞാനും രോഹിത്തും കൂടി ഒരു സ്റ്റേക്കേഷന് പോകാൻ പോവാണ്. വർക്കലയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തെ കുടപ്പനക്കുന്നുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് ആറ്റിങ്ങൽ വഴിയാണ് വർക്കലയിൽ പോണത്. നമ്മളങ്ങനെ പെട്രോളൊക്കെ അടിച്ചു. നമ്മുടെ ചെക്ക് ഇൻ ടൈം ഒരു 2 മണിയായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി, 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ളതുകൊണ്ട് പോണ വഴിയിൽ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു ലേസൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എന്നാലും നമ്മൾ ഫൈനലി റിസോർട്ടിലെത്തി. മറൈൻ പ്രൈഡ് ബീച്ച് റിസോർട്ടിലായിരുന്നു നമ്മുടെ സ്റ്റേ. നമ്മളിത് ബുക്ക് ചെയ്തത് മേക്ക് മൈ ട്രിപ്പ് വഴിയാണ്. അങ്ങനെ നമ്മളവിടെ എത്തി. അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ചു. ചെറുതായിട്ട് നമ്മളൊന്ന് നമ്മുടെ റിസോർട്ടൊന്ന് ചുറ്റി കണ്ടു. നല്ലൊരു സീ ഫേസിങ് റിസോർട്ടാണ്. ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഉണ്ടായിരുന്നു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വർക്കല ക്ലിഫിൽ പോകാമെന്ന് വിചാരിച്ചു, ലഞ്ച് കഴിക്കാൻ. ഇപ്പം എൻ്റെ ഡൈനോസർ ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. ബാക്കി വർക്കല ക്ലിഫിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ക്ലിഫിലെത്തി, പാർക്ക് ചെയ്തു. രോഹിത് ഏതൊരു കഫേയിൽ പോവാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നടക്കണതിൻ്റെ ഇടയിൽ കുറേ ഓർണമെൻറ്റ്സും പിന്നെ കുറച്ച് ഈ ഒട്ടിക്കണ മാഗ്നറ്റിൻ്റെ പോലത്തെ സാധനങ്ങളും കുറേ കടകളൊക്കെ ഉണ്ട്. കുറച്ച് നമ്മളങ്ങനെ കടകളും കാര്യങ്ങളൊക്കെ നോക്കി. കാര്യമായിട്ടൊന്നും മേടിച്ചില്ല. ഒരു മാഗ്നറ്റിൻ്റെ ഒരു സാധനം മാത്രം മേടിച്ചു, വേറെ ഒന്നും മേടിച്ചില്ല. പിന്നെ ഞാനിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഓരോന്നിൻ്റെ വില ചോദിക്കുമ്പോൾ അവർ 200, 250. ഒരു ചെറിയ ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ വില ഭയങ്കരമായിട്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞു രോഹിത്തിനോട് ഇതൊക്കെ മീഷോയിൽ ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചു എന്നുള്ള കോൺഫിഡൻസിൽ ഞാനങ്ങനെ നടന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു മാഗ്നറ്റ് മേടിച്ചു. വർക്കലയിൽ പോയി എൻ്റെ ഓർമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചൊരു മാഗ്നറ്റ്. പിന്നെ നമ്മൾ കുറച്ച് ദൂരം കഫേ അന്വേഷിച്ച് നടന്നു. പക്ഷെ നടക്കണതിൻ്റെ ഇടയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇവിടെ പാരാഗ്ലൈഡിങ്, അതുപോലെ ഈ സർഫിങ്, ഇതൊക്കെ ഈ നട്ടുച്ചയ്ക്കും ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നൊരു കഫേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കഫേ ഡെൽമാർ എന്നാണ് കഫേയുടെ പേര്, ഇവിടെ കഴിക്കാം എന്ന്. കാരണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വിശന്ന് എൻ്റെ അണ്ടഹടാഹം കത്തി നിൽക്കുമായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഡ്രിങ്കാണ് ഓർഡർ ചെയ്തത്. രോഹിത് ഒരു ഐസ് ടീയും ഞാനൊരു ബ്ലൂ ബട്ടർഫ്ലൈ ഐസ് ടീ ആണ് ഓർഡർ ചെയ്തത്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഓർഡർ ചെയ്തു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് അമേരിക്കൻ ചിക്കൻ സ്റ്റേക്കാണ് പറഞ്ഞത്. അപ്പോൾ അത് വരാൻ കുറച്ച് ലേറ്റായി. പക്ഷേ നമുക്ക് നമ്മുടെ ഡ്രിങ്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഉച്ചയായാലും കഫേയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ വർക്കലയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് വരണ വരെ നമ്മൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സീ വ്യൂ ഒക്കെ കണ്ട് ആൾക്കാരുടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ ഓർഡർ എടുക്കാൻ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ നമ്മുടെ ഡിസൈഡ് ചെയ്ത ഓർഡറൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഓർഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് നേരം. അപ്പോഴേക്കും ആ ചേട്ടൻ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടു തന്നു. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഡ്രിങ്ക് പെട്ടെന്ന് വന്നു കേട്ടോ. രോഹിത്തിൻ്റെ ഡ്രിങ്ക് കണ്ടപ്പോൾ ഞാൻ ചാടി വീണു. കാരണം എനിക്ക് നല്ലോണം തായ്ക്കുന്നുണ്ടായിരുന്നു. ഞാനാണത് ആദ്യം കുടിച്ചിട്ട് ഞാൻ ഐസ് ടീ പോലെ തന്നെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല ഡ്രിങ്കായിരുന്നു. പക്ഷെ ഇത്തിരി ഒരു ടാങ്കിനെസ് ഉണ്ടായിരുന്നു. ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. പിന്നെ എൻ്റെ ഡ്രിങ്ക് വന്നു. ഇത് ഞാൻ ഈ റീലിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ വേറെ കളറാവണത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കുടിക്കണത്. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അത് തന്നെ കുടിക്കാൻ ടേസ്റ്റ് ഇല്ല, മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാനും രോഹിതൊക്കെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഒരു ഫാനാണ്. പക്ഷെ നമുക്ക് മയോണൈസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നമ്മുടെ മെയിൻ കോഴ്സ്, അതായത് അമേരിക്കൻ ചിക്കൻ സ്റ്റേക്കിൻ്റെ കൂടെ ഫ്രൈസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അത് വന്നപ്പോൾ ഞാൻ ചതിക്കപ്പെട്ടു. അതിലും ഫ്രൈസ് ഉണ്ടായിരുന്നു. ഫ്രൈസ് കഴിച്ചാൽ ഓൾറെഡി നമ്മുടെ വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്യണ്ടായിരുന്നു എന്ന് അവസാനം നമുക്ക് തോന്നി. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ഞാനാട്ടോ കൂടുതൽ തിന്നത്. രോഹിതിന് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമല്ല. നമ്മളിത് ഹാഫ് ആയിട്ട് എടുത്തത്. കാരണം വരുന്ന വഴി നമ്മൾ ചിപ്സൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നില്ല. എന്നാൽ നമുക്ക് ഇത്തിരി ഫുഡ് കഴിക്കാനുള്ള വിശപ്പുണ്ടായിരുന്നു. നല്ല മീലായിരുന്നു. ഞാൻ ഒരു ചിക്കൻ സ്റ്റേക്ക് ഫാനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ മഷ്റൂമിൻ്റെ ആ സോസും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രോഹിത്തിനും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ആ ചില്ലുകൂട്ടിലൊരു സാധനം കണ്ടു, ലെമൺ കേക്ക്. എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നറിയില്ല. പക്ഷേ ഈ ലെമണിൻ്റെ ഒക്കെ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ആ കേക്ക് ടേക്ക് അവേ ചെയ്യാണ് ചെയ്തത്. കാരണം അപ്പം കഴിക്കാൻ നമുക്ക് വയറിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ആ കേക്ക് പറഞ്ഞിട്ട് രോഹിത് അത് ടേക്ക് അവേ ചെയ്തു. പിന്നെ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് ആ കേക്കിൻ്റെ ടേസ്റ്റിനെ പറ്റിയൊക്കെ പറയായിരുന്നു. केक नहीं मिला अभी तक. केक नहीं मिला. അവിടെ ഈ സ്റ്റേ എടുത്തവർക്ക് എളുപ്പമാണ്.
നേരെ വന്ന് ഈ കഫേയിലോട്ട് വരാം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ടേക്ക് അവേ ചെയ്ത് നമ്മൾ കഫേയുടെ പുറത്തിറങ്ങി തിരിച്ച് നമ്മുടെ പാർക്ക് ചെയ്ത് അവിടേക്ക് പോവുകയാണ്. പോണ വഴിയിൽ ഞാനൊരു സാധനം കണ്ടു കേട്ടോ. കുറേ ഗ്ലാസും കപ്പും ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചേക്കണു. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇത് കണ്ടോ, ഉപ്പും പെപ്പറൊക്കെ ഇട്ട് വെക്കണ ആ സാധനം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കടയിലെ ചേട്ടനെ പുറത്തൊന്നും കാണാണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കടയുടെ ഉള്ളിൽ പോയി. ഈ ഗ്ലാസ്സിനൊക്കെ 250 രൂപ, 2 എടുത്താൽ 500 രൂപയ്ക്ക് കിട്ടും. പിന്നെ കപ്പിന് 400 രൂപയോ 350 രൂപ അങ്ങനെ എന്തോ ആണ്. ഇതുപോലെ ടിഫിൻ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ, അതിനൊക്കെ 1000 സംതിങ് ആണ്. അതുപോലെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, ആൾക്കാർ മദ്യം ഒഴിച്ചിട്ട് കൊണ്ടുപോകണ കുപ്പി, ഇതിനൊരു 900 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു വേസ്റ്റ് ഓഫ് മണി ആയതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ആ കപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കപ്പല്ല ഗ്ലാസ്. അപ്പം ഞാൻ ആ ഗ്ലാസ് മേടിച്ചു. ആ ഒരു പേർപ്പിൾ കളർ ഗ്ലാസ്സാണ് ഞാൻ മേടിച്ചത്. ഇപ്പം ഞാൻ സ്ഥിരം അതിലാണ് വെള്ളം കുടിക്കാറ്. അങ്ങനെ നമ്മൾ ആ ചേട്ടന് ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ഗ്ലാസ്സൊക്കെ മേടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ കാര്യങ്ങളും പുള്ളി ആ പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടും ഒക്കെ അങ്ങനെ പറഞ്ഞു. അത് ഫുൾ ഹാൻഡ് പെയിൻറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കഴുകാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. മതി പൂട്ടിയിടാണോ അയാളെ? ചോറും പാത്രം 1000 രൂപയാ. വർക്ക് ഫ്രം ഹോം അല്ലേ? ചോറും പാത്രത്തിന്. പിന്നെ നമ്മൾ ക്ലിഫ് കൂടെ നടന്നു പോയപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളിലേക്ക് ഒരു മാർക്കറ്റ് പോലത്തെ സെറ്റപ്പ്. നമുക്ക് പെട്ടെന്ന് ഒരു മാർക്കറ്റിലേക്ക് കയറണ പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെറുതെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയി. അങ്ങനെ കുറേ വാങ്ങാനൊന്നും നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഈ ചന്ദനത്തിരി, പിന്നെ കുറേ ഓർണമെൻറ്റ്സ്, ഒരു ഹിപ്പി ബോഹോ ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡ്രസ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളൊന്നും മേടിച്ചൊന്നുമില്ല, പക്ഷെ നമ്മളതൊക്കെ ഒന്ന് നോക്കി കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മുടെ തിരിച്ച് ഡെസ്റ്റിനേഷനിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ നടക്കണ വഴിയിൽ എനിക്ക് രോഹിത് പണ്ട് ഗോവയിലൊക്കെ പോയി വന്നപ്പോൾ ഒരു ബാഗ് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോലെ തന്നെ സെയിം കുറേ ബാഗുകളുണ്ട്. അപ്പം എൻ്റെ അടുത്ത് രോഹിത് ചോദിക്കുകയാണ്, ഇതല്ലേ ഞാൻ നിനക്ക് അന്ന് വാങ്ങിക്കൊണ്ടുവന്ന ബാഗ് എന്ന്. അപ്പോൾ ഈ ആണുങ്ങൾക്ക് അവർ വാങ്ങിച്ച സാധനത്തിൻ്റെ ഒരു ഇമേജൊന്നും അത്ര ഓർമ്മ ഉണ്ടാവില്ല തോന്നുന്നു. ഇതുപോലെ ഇരിക്കുന്ന വേറൊരു ടൈപ്പ് ബാഗായിരുന്നു അവൻ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അവൻ അതിനെ പറ്റിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. ഈ ഡ്രീം ക്യാച്ചർ പണ്ടൊരു കാലത്ത് ഭയങ്കര ട്രെൻഡായിരുന്നു അല്ലേ. ഇപ്പോൾ ട്രെൻഡാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കണതും കൊടുക്കണതും. അവർക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും കാണാറില്ല. ഇപ്പം അത് ട്രെൻഡ് ഔട്ടായി എന്ന് തോന്നുന്നു. ഈ ബ്രേസ്ലെറ്റ് കാണാൻ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെയും നടന്ന് നമ്മുടെ കാർ പാർക്ക് ചെയ്ത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത്, എല്ലാവരും ഉച്ച സമയമാണെങ്കിൽ ഒരു 3:30 ഒക്കെ സമയമായിട്ടുണ്ടാവും. ഇപ്പോൾ 4 മണി. അപ്പോൾ എല്ലാവരും പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, ടീക്കും കോഫിക്കും ഒരേ റേറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാര്യം കാണുന്നത്. കോഫിക്ക് എപ്പോഴും കൂടുതലല്ലേ ഉണ്ടാവുക. പിന്നെ നമ്മൾ വിചാരിച്ചു എല്ലാവരും പോണ വൈറൽ കഫേയിൽ പോവാമെന്ന്, ട്രിപ്പീസ് ലൈഫിലേക്ക്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കേക്കിൻ്റെ മറ്റേ ഐസിങ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഐസിങ്ങിൻ്റെ ഭാഗം മാത്രം കഴിച്ചു. പിന്നെ നമ്മൾ കഫേ ട്രിപ്പീസ് ലൈഫിൽ എത്തിയതിന് ശേഷം ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. കാരണം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വേർത്ത് കുളിച്ച് നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് ഒരു കോൺഫിഡൻസ് ആണ് മിക്ക പെണ്ണുങ്ങൾക്കും. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ആയുർവേദിക് സ്പാ ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നല്ലൊരു എൻട്രൻസ് പോയിന്റ് ഒക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ ഡൈനിങ് ഏരിയ ഉണ്ട്. ഉള്ളിൽ ഒരെണ്ണുണ്ട്, പിന്നെ സീ വ്യൂവിൻ്റെ തൊട്ട് മുന്നേ ഒരെണ്ണുണ്ട്, പിന്നെ സീ വ്യൂവിൻ്റെ അവിടെയുണ്ട്. പിന്നെ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ സീ വ്യൂ ഇത്രയും വൈറലായിട്ടും ഇത്രയും ആൾക്കാർ വന്നിട്ടും ഇത് ഇത്ര ക്രൗഡഡ് ആക്കിയിട്ടില്ല. വളരെ കുറച്ച് ടേബിൾസ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുമ്പോൾ സൂര്യൻ നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരു 4:30 സമയത്താണ് പോയത്. ഇവിടെ പോവുകയാണെങ്കിൽ ഒരു നല്ല സമയം ഒരു 5:30 ഒക്കെ ആവും. നമുക്ക് അധികം വെയിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളവിടെ എത്തി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ ക്യൂ ആയിരുന്നു. പിന്നിൽ ഫുൾ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെന്ന് ഈ ചൂടത്തൊക്കെ ഇരുന്ന കാരണം വെള്ളമൊക്കെ ഇത്തിരി കുടിച്ചു. അപ്പോഴേക്കും നമുക്ക് മെനു കൊണ്ടുതന്നു. നമ്മൾ എന്ത് മേടിക്കണം എന്ന് മെനു പഠിച്ചിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. അങ്ങനെ രോഹിത് ഒരു ബ്ലാക്ക് ടീയും ഞാൻ എന്തോ ഒരു ഹേസൽനട്ട് കോഫിയോ അങ്ങനെ എന്തോ പറഞ്ഞത്. നമുക്കങ്ങനെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഇവിടെ വന്നതാണല്ലോ, ഒരു ദിവസം നമ്മുടെ സ്റ്റേ ഉള്ളൂ. അപ്പം നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണും വേണമല്ലോ.
പിന്നെ നമ്മളൊരു നാച്ചോസ് പറഞ്ഞു, എന്താ ലോഡഡ് നാച്ചോസോ അങ്ങനെ എന്തോ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ ഇവരെ വിളിച്ചിട്ട് പറയണം, ഇവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കൊന്നുമില്ല. അങ്ങനെ ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാധനങ്ങളൊക്കെ വന്നു. നല്ലൊരു വ്യൂ ആയിരുന്നു. അതിൻ്റെ അവിടെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് ആരോ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. രാത്രി കൊണ്ട് നമുക്ക് കൂടുതലൊന്നും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ നമ്മളവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഞാൻ വേഗം റെഡി ആയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അന്ന് എൻ്റെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ എൻ്റെ ആദ്യത്തെ ദിവസമായിരുന്നു. അപ്പോൾ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു 11 മണിക്ക്. അപ്പോൾ ഞാൻ റെഡി ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ രോഹിത്തും വന്നു. നല്ല രസമുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഈ കടലിലിറങ്ങി, പ്രത്യേകിച്ച് ഫോറിനേഴ്സ്, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, സർഫിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബ്രെഡും രോഹിത്ത് ദോശയാണ് കഴിച്ചത്. പിന്നെ നമുക്ക് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഈ സീയിൽ ഇറങ്ങാൻ പറ്റാൻ എൻ്റെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കാരണം എനിക്ക് മീറ്റിങ്ങിൻ്റെ കാരണം ഞാൻ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ എനിക്ക് ലേറ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ലേറ്റ് ആവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒക്കെ റെഡി ആയിട്ട് നിന്നത്. പക്ഷേ ഫോറിനേഴ്സൊക്കെ വെള്ളത്തിലിറങ്ങി സർഫിംഗ് ഒക്കെ ചെയ്യണം കാണുമ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കും ചെയ്യാമായിരുന്നു എന്ന്. ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം വരണം. പെട്ടെന്നാണ് കേട്ടോ എനിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തതും എനിക്ക് സെലക്ട് ആയതും ജോയിൻ ചെയ്യാൻ പറഞ്ഞതൊക്കെ പെട്ടെന്നാണ്. നമുക്ക് എല്ലാം കൂടി ഒരു ക്ലാഷായി. പക്ഷേ നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷൻ മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്റ്റേക്കേഷന് പോയി. അങ്ങനെ ഞാൻ വേഗം എൻ്റെ മീറ്റിങ്ങിനൊക്കെ കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. HR ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരമൊക്കെ സംസാരിച്ച് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് ചെക്കൗട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ അത് നല്ല സ്റ്റേക്കേഷനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റേക്ക് ഞാൻ ചിലപ്പോൾ ഇനിയും വരുമായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.